എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നൊരു സ്പെഷ്യൽ വീഡിയോ ആണ്. കാരണം നമ്മുടെ ചാനൽ ഫോളോ ചെയ്യുന്നവർക്കറിയാം, നമ്മൾ കാനഡയിലേക്ക് വന്നതിന് ശേഷം നമുക്ക് ആദ്യമായിട്ട് റിവ്യൂ ചെയ്യാൻ ഒരു പ്രോഡക്റ്റ് അയച്ചു തന്നിട്ടുള്ളത് ഡൂകോഡി എന്ന് പറയുന്നൊരു ബ്രാൻഡാണ്. ഈ പ്രാവശ്യം നമ്മുടെ 16ാമത്തെ റിവ്യൂ യൂണിറ്റും അവർ തന്നെയാണ് നമുക്ക് അയച്ചു തന്നിട്ടുള്ളത്. പക്ഷേ ഈ പ്രാവശ്യം ഒരു ചെറിയ വ്യത്യാസമുണ്ട്. ഡൂകോഡിയും എംബാപ്പെ എന്ന് പറയുന്നൊരു ബ്രാൻഡോട് ചേർന്ന് കൊളാബറേറ്റ് ചെയ്ത് പുറത്തിറക്കിയിട്ടുള്ള D1 സ്റ്റീരിയോ ക്ലാസ് D ആംപ്ലിഫയർ ആണ് ഇന്ന് നമ്മൾ റിവ്യൂ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ നാട്ടിലുണ്ടായിരുന്ന സമയത്ത് നമ്മൾ തന്നെ അസംബിൾ ചെയ്യുന്ന ആംപ്ലിഫയറും അതുപോലെ തന്നെ പല ബോർഡുകളൊക്കെ നമ്മൾ റിവ്യൂ ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങോട്ടേക്ക് മാറിയതിനു ശേഷം നമ്മൾ ഇതുപോലുള്ള ക്ലാസ് D ആംപ്ലിഫയറുകൾ, ഇവിടെ ഉള്ള ബ്രാൻഡഡ് ആയിട്ടുള്ള വിൻറ്റേജ് സെറ്റുകൾ, സ്പീക്കറുകളൊക്കെ നമ്മൾ റിവ്യൂ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഒരു വീഡിയോ കണ്ടതിന് ശേഷം നമ്മുടെ ചാനൽ ചെക്കൗട്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് ഇങ്ങനെയുള്ള വീഡിയോസ് കാണാൻ താല്പര്യമുണ്ടെങ്കിൽ മാത്രം നമ്മുടെ ചാനലൊന്ന് ഫോളോ ചെയ്യുന്നു പ്രതീക്ഷിക്കുന്നു. വീക്ക്ലി വീഡിയോസ് ഇടും എന്നാണ് എൻ്റെ പ്രതീക്ഷ. പല തിരക്കുകൾ കാരണം നമുക്ക് അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ ഇടാൻ പറ്റുന്നില്ല. പക്ഷേ ഓഡിയോ റിലേറ്റഡ് ആയിട്ടുള്ള കണ്ടൻറ്റുകൾ, അതുപോലെ ടെക് റിലേറ്റഡ് ആയിട്ടുള്ള കണ്ടൻറ്റൊക്കെ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഇടുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഓക്കെ, അപ്പോൾ ഇന്നലെ നമുക്ക് വിഷയത്തിലേക്ക് തിരിച്ചു വരാം. ഇന്ന് ഈ പറയുന്ന എംബാപ്പയുടെ ക്ലാസ് D ആംപ്ലിഫയർ ആണ് റിവ്യൂ ചെയ്യുന്നത്. ഇതിൻ്റെ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു പോയിന്റ് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും. ഒരു അടിപൊളി LCD ഡിസ്പ്ലേ, കളർ ഡിസ്പ്ലേ വരുന്നുണ്ട്. അത് മാത്രമല്ല, ഈ ഡിസ്പ്ലേയിൽ നമ്മുടെ റെട്രോ ടൈപ്പ് വിയോമീറ്റർ കാണാൻ കഴിയുന്നുണ്ട്. നമുക്കിതിൽ റിമോട്ട് വരുന്നുണ്ട്. റിമോട്ടിലോ അല്ലെങ്കിൽ ഈ ഒരു എൻകോഡർ വഴി നമുക്ക് ഇതിൻ്റെ ഡിസൈൻ, അതായത് ഒരു ഏകദേശം 7-8ഓളം സ്റ്റൈൽ നമുക്ക് ഇതിൽ വരുന്നുണ്ട്. വിയോമീറ്റർ സ്റ്റൈലുണ്ട്. ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഞാൻ വീഡിയോയിൽ പറയുന്നുണ്ട്. അപ്പോൾ സ്കിപ്പ് ചെയ്ത അവസരം വരെ കാണുക. ഓഡിയോ ടെസ്റ്റിംഗ് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ വളരെ ഒതുങ്ങിയ സ്ഥലത്ത് ഒരു മിനിമലായിട്ട് ഒരു എന്താ പറയുക, ഗെയിമിംഗ് സെറ്റപ്പ് അല്ലെങ്കിൽ ഒരു ഡെസ്ക്ടോപ്പ് സെറ്റപ്പ് അല്ലെങ്കിൽ ഒരു ബുക്ക് ഷെൽഫ് സെറ്റപ്പിലൊക്കെ ഒരു ഓഡിയോ ഡിവൈസ് സെറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് ഇങ്ങനെയുള്ള ക്ലാസ് D ആംപ്ലിഫയറുകൾ കൺസിഡർ ചെയ്യുന്നതായിരിക്കും നല്ലത്. കാരണം നിങ്ങൾക്ക് ഈ വീഡിയോ തന്നെ മനസ്സിലാവുന്നുണ്ട് ആ ഒരു സൈസിൻ്റെ വ്യത്യാസം. ഇതൊരു ആംപ്ലിഫയറാണ്, ഇതൊരു ആംപ്ലിഫയറാണ്. രണ്ടിനും വർഷങ്ങളുടെ വ്യത്യാസമുണ്ട്. പക്ഷേ ഇതിൽ എന്താണ് മെയിൻലി നോക്കണമെന്ന് പറഞ്ഞാൽ നമുക്കൊരു കുറഞ്ഞ സ്പേസിൽ ഒതുങ്ങി, പക്ഷേ ഓഡിയോ ക്വാളിറ്റിയിൽ കോംപ്രമൈസ് ചെയ്യാതെ, ലുക്കിലും കോംപ്രമൈസ് ചെയ്യാതെ എല്ലാം ഒരുമിച്ച് കിട്ടുന്ന ഒരു സാധനം നോക്കുകയാണെങ്കിൽ ക്ലാസ് D ആംപ്ലിഫയർ നോക്കുന്നത് നല്ലൊരു ഓപ്ഷൻ ആയിരിക്കും. ഓക്കെ, ഇനി നമുക്കിതൊന്ന് അൺബോക്സ് ചെയ്യാം. അപ്പോൾ ഇങ്ങനെയാണ് നമുക്ക് കിട്ടുന്ന ബോക്സ് എന്ന് പറയുന്നത്. എംബാപ്പയുടെ ബ്രാൻഡിങ് നമുക്ക് ഫ്രണ്ടിലായിട്ട് കാണാൻ കഴിയുന്നുണ്ട്. ബാക്ക് സൈഡിലായിട്ട് അവരുടെ കോൺടാക്ട് ഡീറ്റെയിൽസ് എല്ലാം കൊടുത്തിട്ടുണ്ട്. ഒരു നോർമൽ ടിപ്പിക്കൽ ക്ലാസ് D ആംപ്ലിഫയർ വരുന്ന ബോക്സ് തന്നെയാണ്. പക്ഷേ ഇത് അൺബോക്സ് ചെയ്തപ്പോൾ എൻ്റെ എക്സ്പീരിയൻസ് ഒരു പ്രീമിയം ആംപ്ലിഫയറൊക്കെ അൺബോക്സ് ചെയ്യുന്നൊരു ഫീൽ എനിക്ക് കിട്ടിയായിരുന്നു. കാരണം ഇവിടെ നോക്കുകയാണെങ്കിൽ ഒരു ബുക്ക് ലീഫൊക്കെ മറിക്കണ പോലെ ഒരു ബോക്സാണ് വന്നിട്ടുള്ളത്. എംബാപ്പയുടെ ഒരു ബാഡ്ജിങ് സ്റ്റിക്കർ പോലെ എന്തോ ഒരു സംഭവമുണ്ട്. പിന്നെ ഒരു വാറണ്ടി കാർഡ്, യൂസർ മാനുവൽ. ഏത് ഇലക്ട്രോണിക് ഡിവൈസ് നമ്മൾ വാങ്ങിച്ചാലും യൂസർ മാനുവൽ വായിക്കുന്നത് വളരെ നല്ലതാണ്. ഡീറ്റെയിൽ ആയിട്ട് തന്നെ എല്ലാ ഇൻഫർമേഷൻസും ആ ഒരു യൂസർ മാനുവലിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു മൈക്രോ ഫൈബർ ക്ലോത്ത്, എനിക്ക് തോന്നുന്നു ആ ഒരു ഗ്ലാസ് വിൻഡോ ഉള്ളതുകൊണ്ട് തന്നെ അത് ക്ലീൻ ചെയ്യാനായിട്ടുള്ളൊരു ക്ലോത്ത് അവർ കൊടുത്തിട്ടുണ്ട്. ആംപ്ലിഫയറിലേക്ക് തിരിച്ചു വരാം. സൈഡിലൊരു ബോക്സ് ഉണ്ട്. അതിനുള്ളിൽ നോക്കുകയാണെങ്കിൽ നമ്മുടെ റിമോട്ട് കാണാൻ കഴിയുന്നുണ്ട്. എല്ലാ ഫംഗ്ഷൻസും ഈ റിമോട്ടിൽ തന്നെ ഉണ്ട്. ഡീറ്റെയിൽ ആയിട്ട് റിമോട്ടിലേക്ക് പിന്നീട് വരാം. ബ്ലൂടൂത്ത് ആൻറ്റിന കൊടുത്തിട്ടുണ്ട്. പിന്നെ നോക്കുകയാണെങ്കിൽ നമ്മുടെ 48 വോൾട്ട് 5 ആംപിയറിൻ്റെ അഡാപ്റ്ററും കൊടുത്തിട്ടുണ്ട്. ഇതാണ് ആംപ്ലിഫയർ എന്ന് പറയുന്നത്. ഇനീഷ്യൽ ഇംപ്രഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. എസ്പെഷ്യലി ആ ഒരു ഗ്ലാസ് വിൻഡോ, അതിൻ്റെ ഇൻറ്റേർണൽ കോമ്പണൻസ് ഒക്കെ നല്ല വൃത്തിയായിട്ടാണ് ബോർഡ് ഇരിക്കുന്നത്. അത് കാണുമ്പം അത് കാണാനായിട്ടൊരു അവസരം യൂസറിനും മറ്റുള്ളവർക്കും കൊടുക്കുന്നു എന്നുള്ളത് വലിയൊരു കാര്യം തന്നെയാണ്. അക്രിലിക് അല്ല, ഗ്ലാസ് ആണ്. പിന്നെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ആ ഒരു RCA സോക്കറ്റും ആൻറ്റിനയുടെ എല്ലാം കവർ ചെയ്ത് വെച്ചിട്ടുണ്ട്. ബിൽഡ് ക്വാളിറ്റി നോക്കുകയാണെങ്കിൽ ഒരു ഫുൾ അലുമിനിയം കേസിംഗ് ആണ് വന്നിട്ടുള്ളത്. എക്സെപ്റ്റ് നമുക്ക് ഈ ഒരു മുകളിലുള്ള ഒരു ഗ്ലാസ് വിൻഡോയും ഡിസ്പ്ലേ സൈഡ് ഒഴിച്ച് നോക്കുകയാണെങ്കിൽ കംപ്ലീറ്റ് അലുമിനിയം കേസിംഗ് ആണ് നമുക്കിവിടെ വന്നിട്ട് കാണാൻ കഴിയുന്നത്. ഒരു മാറ്റ് ബ്ലാക്ക് ഫിനിഷാണ് വന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഒരു പ്രീമിയം ഫീൽ ഓവറോൾ നമുക്കിവിടെ കിട്ടുന്നുണ്ട്. നേരത്തെ നമ്മുടെ ചാനൽ ചെക്കൗട്ട് ചെയ്യുകയാണെങ്കിൽ നേരത്തെ നമ്മൾ ചെയ്തിട്ടുള്ള മറ്റ് ക്ലാസ് D ആംപ്ലിഫയറുകളും ഇതേപോലെ തന്നെ ഒരു ഫീലാണ് നമുക്ക് വന്നിട്ടുള്ളത്. ഈ ഒരു കേസിംഗ് ഉള്ളതുകൊണ്ട് തന്നെ ഒരു ഹീറ്റ് ഡിസിപ്പേഷനൊക്കെ ബെറ്റർ ആകും എന്നുള്ളതുകൊണ്ടായിരിക്കും ഇങ്ങനെ ഒരു ഫിനിഷ് കൊടുക്കുന്നത്. ഏകദേശം 155 മില്ലിമീറ്റർ വൈഡ്, അതായത് ഏകദേശം 6.1 ഇഞ്ചാണ് ഇതിൻ്റെ ഒരു വീതി എന്ന് പറയുന്നത്. 1.24 മില്ലിമീറ്റർ ആണ് ഇതിൻ്റെ ഡെപ്ത്ത്, ബാക്കിലേക്കുള്ള വീതി എന്ന് പറയുന്നത്. ഏകദേശം 4.9 ഇഞ്ചസ് ആണ് വരുന്നത്. ഹൈറ്റ് വന്നിട്ട് 42 മില്ലിമീറ്റർ അല്ലെങ്കിൽ ഏകദേശം 1.65 ഇഞ്ചാണ് വരുന്നത്. ഈ ഒരു മെഷർമെൻറ്റ് പറയാനുള്ള കാരണം പറഞ്ഞാൽ ഇങ്ങനെയുള്ള ആംപ്ലിഫയർ വാങ്ങിക്കുന്നവർക്ക് ആ ഒരു സെറ്റപ്പ്, ഒരു ഡെസ്ക്ടോപ്പ് അല്ലെങ്കിൽ ഒരു ഗെയിമിംഗ് സെറ്റപ്പ് അല്ലെങ്കിൽ ഒരു ബുക്ക് ഷെൽഫ് സെറ്റപ്പ് ഒക്കെ ആയിരിക്കും ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. അപ്പം അവർക്ക് ഉതകുന്ന രീതിയിലുള്ള ഒരു സ്പേസ് മാത്രമേ ഇത് എടുക്കുകയുള്ളൂ എന്ന് നമുക്ക് ഉറപ്പുവരുത്താനായിട്ട് കഴിയും. ഏകദേശം 742 ഗ്രാമാണ് ഈ ഒരു ആംപ്ലിഫയറിൻ്റെ വെയിറ്റ് എന്ന് പറയുന്നത്. 1 കിലോയോളം വരുന്നില്ല. ഓക്കെ, ഇനി ഇതിൻ്റെ ഒരു ഫിസിക്കൽ ഓവർവ്യൂ എന്നുള്ള രീതിയിൽ ഇതിൻ്റെ ഫ്രണ്ട് സൈഡിലേക്ക് വരികയാണെങ്കിൽ നമുക്ക് ആ ഒരു ഗ്ലാസ് പ്ലസ് മെറ്റൽ ഫിനിഷ് നമുക്കിവിടെ കാണാൻ കഴിയുന്നുണ്ട്. ആ ഒരു ഗ്ലാസ് എന്ന് പറഞ്ഞാൽ ആക്ച്വലി നമ്മുടെ ഡിസ്പ്ലേ ആണ്. ഏകദേശം 2.75 ഇഞ്ച് വരുന്ന ഒരു
കളർ LCD ഡിസ്പ്ലേ ആണ് വരുന്നത്. നോട്ട് ദാറ്റ് അതൊരു AMOLED അല്ലെങ്കിൽ ഒരു OLED ഡിസ്പ്ലേ ഒന്നും അല്ല വരുന്നത്, ഒരു പക്ക LCD ഡിസ്പ്ലേ ആണ് വരുന്നത്. അപ്പം അതിൻ്റെ ജോലി കൃത്യമായിട്ട് ചെയ്യുന്നുണ്ട്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് കാണിക്കാം. ഇതിനകത്ത് ഒരു റിഫ്രഷ് റേറ്റ്, അതായത് റെസ്പോൺസ്, നമ്മളൊരു ഓപ്ഷനിലേക്ക് മാറുന്ന സമയത്തുള്ള ആ ഒരു റെസ്പോൺസ് വളരെ സ്മൂത്താണ്. അതായത് ലാഗ് ഒന്നും ഫീൽ ചെയ്യത്തില്ല. ഒരു ഫോണൊക്കെ യൂസ് ചെയ്യുന്ന പോലത്തെ ഒരു ഫീലാണ് ഇതിൻ്റെ ഡിസ്പ്ലേയിൽ നമുക്ക് ഓരോ ഓപ്ഷൻ മാറ്റുമ്പോഴും VU മീറ്റർ മാറ്റുമ്പോഴും. അപ്പോൾ ആ VU മീറ്ററിൻ്റെ മാറ്റം എന്ന് പറഞ്ഞാൽ ഏകദേശം 8ഓളം VU മീറ്റർ ഓപ്ഷൻസ് ആണ് അവർ, സ്റ്റൈൽസാണ് അവർ പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. ലിറ്ററലി അല്ലെങ്കിൽ ശരിക്കും പറയുകയാണെങ്കിൽ 7 ഉള്ളൂ. അതിൽ 8ാമത്തെ ഓപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ബേസ് എത്രയാണ്, ട്രിപ്പിൾ എത്രയാണ്, വോളി എത്രയാണ്, ഏത് ഇൻപുട്ട് മോഡാണ് കിടക്കുന്നതെന്നൊക്കെ കാണിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സെറ്റപ്പാണ്. അത് VU മീറ്റർ എന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ 7 VU മീറ്റർ പ്ലസ് ഒരു ഡീറ്റെയിൽസ് കാണിക്കുന്ന ഒരു ഡിസ്പ്ലേ ആണ് ഇതിൽ വന്നിട്ടുള്ളത്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ സ്ക്രീൻ വളരെ ബ്രൈറ്റാണ്, ക്രിസ്പാണ്. അത് പറയാൻ കാര്യം എന്ന് പറഞ്ഞാൽ ആ VU മീറ്ററിൻ്റെ നീഡിലൊക്കെ വളരെ നാരോ ആയിട്ടുള്ള നീഡിൽസാണ്, വളരെ ചെറിയ റീഡിങ്സും കാണിക്കുന്നുണ്ട്. അത് കൃത്യമായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു പിക്സൽ ഡെൻസിറ്റി അത്യാവശ്യം ഉള്ളതുകൊണ്ട് തന്നെ ആയിരിക്കും ആ വളരെ മൈന്യൂട്ട് ഡീറ്റെയിൽസ് നമുക്ക് കാണാൻ കഴിയുന്നത്. പക്ഷെ അതിഭയങ്കരം നല്ല, ഇതിൻ്റെ ഈ പ്രൈസ് വെച്ച് നോക്കുമ്പോൾ, ആ ഒരു പ്രൈസ് വെച്ച് നോക്കുന്ന സമയത്ത് ഇതിൽ അത്യാവശ്യം നല്ല ഒരു ഡിസ്പ്ലേ ആണ് അവർ പ്രൊവൈഡ് ചെയ്തിട്ട് കാണാൻ കഴിയുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ വർക്കിംഗ് എങ്ങനെയാണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ജസ്റ്റ് ഇതിൻ്റെ പവർ സപ്ലൈ ഒന്ന് കണക്ട് ചെയ്യാം. ആക്ച്വലി ഇത് കുത്തി ഓണാക്കിയിട്ടിട്ട് ഇങ്ങനെ കുത്തരുത്, ഒരു ചെറിയ സ്പാർക്ക്, അപ്പോൾ അത് സേഫ് അല്ല, അങ്ങനെ കുത്തരുത്. ഇപ്പം ജസ്റ്റ് ഒന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ആണ് ഇങ്ങനെ കുത്തിയത്. ഓക്കെ, ഈ ഒരു വോളിയം കൺട്രോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്ച്വലി ഇത് ജസ്റ്റ് നോർമൽ റെഗുലർ ആയിട്ടുള്ള ഒരു വോളിയം കൺട്രോൾ അല്ല, എൻകോഡറാണ്. അപ്പോൾ നമുക്കറിയാം ക്ലാസ് ഡി ആംപ്ലിഫയറിൽ നോർമലി എൻകോഡേഴ്സ് ആണ് വരാറുള്ളത്. ഇത് കണ്ടിന്യൂസ് ആയിട്ട് ഇൻഫിനിറ്റ് ആയിട്ട് ഇങ്ങനെ കറങ്ങിക്കൊണ്ടേയിരിക്കും. ഈ ഒരു കൺട്രോളർ അല്ലെങ്കിൽ ഈ ഒരു എൻകോഡർ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ മറ്റ് ഓപ്ഷൻസിലേക്ക് ചേഞ്ച് ചെയ്യുന്നതും മോഡ് മാറ്റുന്നതും അത് ഓൺ ചെയ്യാൻ ഓഫ് ചെയ്യുക ചെയ്യുന്നത്. ജസ്റ്റ് ഒരു ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു ഡിവൈസ് ഓൺ ചെയ്യുന്നതായിട്ട് കാണാൻ കഴിയും. അല്ലെങ്കിൽ നമുക്ക് റിമോട്ട് വരുന്നുണ്ട്, ഒരു IR റിമോട്ടാണ് ഇതിൽ വരുന്നിട്ടുള്ളത്. അത് ഉപയോഗിച്ച് നമുക്കിത് ഓൺ ചെയ്യാനും ഓഫ് ചെയ്യാനും പറ്റും. റിമോട്ടിലേക്ക് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പിന്നെ വരാം. അപ്പം അംപാപ്പ എന്ന് പറയുന്ന ബ്രാൻഡിങ്ങോട് കൂടി തന്നെ ഒരു ഡിവൈസ് ഓൺ ചെയ്യും. അപ്പോൾ ഈ ഒരു ഡിസ്പ്ലേയിലേക്ക് വരികയാണെങ്കിൽ നമുക്ക് കാണാൻ കഴിയുന്നത് LCD ഡിസ്പ്ലേ ആയതുകൊണ്ട് തന്നെ ആ ഒരു ഇങ്ക് ബ്ലാക്ക്, ആ ഒരു AMOLED അല്ലെങ്കിൽ OLED ഡിസ്പ്ലേ വരുന്ന പോലെ തന്നെ ഒരു പ്യുവർ ബ്ലാക്ക് ഒന്നും നമുക്ക് ഇതിനകത്ത് പ്രതീക്ഷിക്കേണ്ട. പക്ഷേ സ്റ്റിൽ ഇത് വർത്തായിട്ട് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഇതിൻ്റെ ജോലി എന്ന് പറഞ്ഞത് പാട്ട് കേൾപ്പിക്കുക എന്നുള്ളതാണ്. അതിൽ നമുക്ക് ഇങ്ങനെ ഒരു സാധനം കിട്ടുന്ന ആക്ച്വലി ഇതൊരു എക്സ്ട്രാ ആണ്. അത് വളരെ നീറ്റായിട്ട് തന്നെ മെയിൻ ചെയ്യും. അതായത് ഒരു ഡിസ്പ്ലേ കൊണ്ടുവച്ചു എങ്കിലത് ചുമ്മാ ഒരു ഡിസ്പ്ലേ വെക്കാം എന്നല്ല, അതിൽ ക്വാളിറ്റി ഉണ്ട് എന്നുള്ളത് തന്നെയാണ് വലിയൊരു കാര്യം. അപ്പോൾ ജസ്റ്റ് ഇത് വെറുതെ റൊട്ടേറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇതിനകത്ത് വോളിയം കൂട്ടാനായിട്ട് കഴിയുന്നുണ്ട്. അത് TRS എഴുതിയേക്കെന്ന് പറഞ്ഞാൽ ഇതിനകത്തുള്ള ആ ഒരു ഇതിൽ ഒരു ബാലൻസ്ഡ് ഇൻപുട്ട് വരുന്നുണ്ട്. അപ്പോൾ ബാലൻസ്ഡ് ഇൻപുട്ടിലാണ് ഇപ്പോൾ കിടക്കുന്നത്. അപ്പോൾ ഏത് ഇൻപുട്ടിലാണ് നിങ്ങളിപ്പോൾ ഉള്ളതെന്നും അതിനകത്ത് എത്ര വോളിയത്തിലാണ് പ്ലേ ആവുന്നതെന്നുള്ളത് നമുക്ക് കാണാൻ കഴിയുന്നത്. ഇതിൽ ഒരു ടാപ്പ് ചെയ്തപ്പോൾ ഒരു ഡിവൈസ് ഓൺ ചെയ്തു, വീണ്ടും ഒരു ടാപ്പ് കൊടുക്കുന്ന സമയത്ത് 2 ഓപ്ഷൻസ് മാത്രമേ ഇതിനകത്ത് വരത്തുള്ളൂ, ഇൻപുട്ടും അതുപോലെ തന്നെ സെറ്റിങ്സും. ഫസ്റ്റ് ഓപ്ഷൻ ഇൻപുട്ടാണ്. അത് നമുക്ക് രണ്ടിലേക്കും ചേഞ്ച് ചെയ്യാനായിട്ട് ജസ്റ്റ് ഈ എൻകോഡർ അങ്ങോട്ടേക്കും ഇങ്ങോട്ടേക്കും കറക്കിയാൽ മതി. നോർമൽ ഒരു ഫോൺ യൂസ് ചെയ്യുന്ന പോലെ തന്നെ. ഞാൻ പറഞ്ഞില്ലേ, അത് വളരെ റെസ്പോൺസീവാണ്, കണ്ടില്ലേ. അപ്പോൾ ആ വൈറ്റ് വന്ന് കിടക്കുന്ന ഓപ്ഷൻ ഏതാണോ അതായിരിക്കും നമ്മൾ സെലക്ട് ആക്കുന്നത്. ഓക്കെ, ജസ്റ്റ് ഒരു ടാപ്പ് കൊടുക്കുന്ന സമയത്ത് നമുക്കിവിടെ 3 ഇൻപുട്ടുകൾ വരുന്നുണ്ട്. അപ്പോൾ ഇൻപുട്ടിനെ പറ്റിയൊക്കെ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറയാം. അപ്പോൾ ഞാൻ ജസ്റ്റ് RCയിലേക്ക് തിരിച്ചിട്ടിട്ട് തിരിച്ചു വരാം. ഓക്കെ, ഒരു ടാപ്പ് കൊടുത്തു. ഞാൻ ഇനി സെറ്റിങ്സിലേക്ക് പോവുകയാണ്. സെറ്റിങ്സിലാണ് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് നോക്കാം. ആദ്യമേ സെറ്റിങ്സ് പോയി കഴിഞ്ഞാൽ ഫസ്റ്റ് ഓപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടോൺ എന്ന് പറയുന്ന ഓപ്ഷനാണ് വരുന്നത്. അപ്പോൾ ഇതിനകത്ത് നോക്കുകയാണെങ്കിൽ നമുക്കറിയാം ബേസും ട്രിപ്പിളും കൺട്രോൾ ചെയ്യാനുള്ള ഓപ്ഷൻ ഒന്നും പ്രത്യേകം കൊടുത്തിട്ടില്ല, ഒരൊറ്റ കൺട്രോളർ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇതിനകത്ത് ബേസ് ട്രിപ്പിൾ കൂട്ടുന്നത് ഡിജിറ്റലി ആണ്. ഒന്നെങ്കിൽ നമുക്ക് റിമോട്ടിൽ കൂട്ടാനായിട്ട് കഴിയും. റിമോട്ടിലൂടെ B- B+ എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. അപ്പം പ്ലസ് മൈനസ് ആയിട്ട് നമുക്ക് അവിടെ അഡ്ജസ്റ്റ് ചെയ്യാം. അല്ലെങ്കിൽ T+T- എന്ന് പറഞ്ഞാൽ നമുക്കിവിടെ ട്രിപ്പിൾ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. വോളിയം കൂട്ടുന്നത് ഇവിടെ ഈ ഒരു ഭാഗത്തായിട്ടാണ്. പിന്നെ ബാക്ക് പോകാനായിട്ടുള്ള ഓപ്ഷനാണ് ഇത്. എന്ന് പറയുന്ന ബട്ടൺ എന്ന് പറഞ്ഞാലാണ് നമ്മുടെ ഈ ഒരു എൻകോഡർ ഇപ്പോൾ ചെയ്ത ജോലി എന്ന് പറയുന്നത്. അതായത് ഞാൻ ഈ ഒരു ബട്ടണിൽ ഞെക്കുന്ന സമയത്ത് ഏത് മോഡാണ്, കണ്ടല്ലേ, മോഡ് മാറ്റുന്നത് കണ്ടല്ലേ. ഇപ്പം ഈ ഒരു എമ്മിൽ കിടക്കുന്ന സമയത്ത് ഇപ്പോൾ TRS നമ്മുടെ ബാലൻസ്ഡ് ഇൻപുട്ടാണ്. വീണ്ടും മോഡ് മാറ്റുന്ന സമയത്ത് ബ്ലൂടൂത്തിലേക്ക് മാറുന്നു, വീണ്ടും RCയിലേക്ക് പോകുന്നു. ബ്ലൂടൂത്ത് ബ്ലിങ്ക് ചെയ്യുന്ന സമയത്ത് ബ്ലൂടൂത്ത് പെയർ ആയിട്ടില്ല എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. അപ്പോൾ ഞാൻ എൻ്റെ ഡിവൈസ് ഒന്ന് കണക്ട് ചെയ്യാത്ത പക്ഷം ഇപ്പോൾ നോർമലി കയറി കണക്റ്റ് ആയിട്ടുണ്ട്. എൻ്റെ ബ്ലൂടൂത്ത് ഓൾറെഡി ഓൺ ആയതുകൊണ്ട് കണക്റ്റ് ആയിട്ടുള്ളത്. ഓക്കെ, അങ്ങനെ മാറ്റാം. പിന്നെ ഇവിടെ ഒരു മ്യൂട്ട് ബട്ടണാണ് വന്നിട്ടുള്ളത്. പിന്നെ തൊട്ട് താഴേക്ക് വരികയാണെങ്കിൽ ഇതാണ് നമ്മുടെ മെനു ബട്ടൺ. മെനു ബട്ടണിലേക്ക് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നേരത്തെ പറഞ്ഞ സെറ്റിങ്സിലേക്ക് പോകുന്നു. പിന്നെ അങ്ങോട്ടേക്ക് ഇങ്ങോട്ടേക്ക് മാറ്റാൻ നമ്മൾ നോർമലി നമ്മുടെ TV റിമോട്ടിൽ ഇവിടെ ഞെക്കും, പക്ഷേ അത് ബേസിൽ അഡ്ജസ്റ്റ് ചെയ്യാനുള്ളതാണ്. എനിക്ക് എപ്പോഴും തെറ്റിപ്പോറുണ്ട്. ലെഫ്റ്റ് റൈറ്റ് ആക്കാനായിട്ട് ഈ 2 ആരോസ് ഉപയോഗിച്ച് നമുക്ക് ലെഫ്റ്റും റൈറ്റും അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതാണ് റിമോട്ടിൻ്റെ ഫംഗ്ഷൻ. നോർമൽ ട്രിപ്പിൾ ബാറ്ററീസ് ആണ് ഇതിനകത്ത് വരുന്നത്. ഒരു IR ബ്ലാസ്റ്ററാണ് ഇതിൽ വന്നിട്ടുള്ളത്. അപ്പോൾ ബ്ലൂടൂത്ത് കണക്റ്റഡ് ആയിട്ടുള്ള ഒരു റിമോട്ടൊന്നും അല്ല, പക്ഷേ വളരെ മിനിമലായിട്ട് വളരെ രസമുണ്ട്. അപ്പോൾ D1 എന്ന് പറയുന്ന ഒരു ബാഡ്ജിങ് ഒക്കെ കാണാൻ കഴിയുന്നുണ്ട്.
നല്ല ക്വാളിറ്റിയുള്ള നോർമൽ ഒരു റെഗുലർ ഒരു റിമോട്ടാണ് ഇവിടെ കൊടുത്തായിട്ട് കാണാൻ കഴിയുന്നത്. ഓക്കെ, ഇനി നമുക്ക് നമ്മുടെ സെറ്റിങ്സിലേക്ക് ഒന്നും കൂടെ വരാം. സെറ്റിങ്സിൽ പോകുന്നു. ഫസ്റ്റ് ഓപ്ഷൻ ടോണാണ്. ടോൺ എന്ന് പറയുമ്പോൾ നമുക്ക് ബേസും ട്രിബിളും അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷനാണ് വന്നിട്ടുള്ളത്. മിഡ് കൺട്രോൾ വരുന്നില്ല, ബേസും ട്രിബിളും കൺട്രോൾ ചെയ്യാൻ വേണ്ടിയുള്ള ഓപ്ഷൻ വരുന്നുണ്ട്. അതിൽ തന്നെ ബേസ് നമുക്ക് +or- 10 dB അഡ്ജസ്റ്റ് ചെയ്യാം, ട്രിബിൾ നമുക്ക് +or- 10 dB അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് കഴിയും. പേഴ്സണലി എനിക്ക് ഇവിടെ വന്നിട്ട് റിവ്യൂ ചെയ്തിട്ടുള്ള എല്ലാ ക്ലാസ് ഡി ആംപ്ലിഫയറുകളിലും ബേസും ട്രിബിളും ഒക്കെ എനിക്കിഷ്ടമുള്ള രീതിയിൽ വളരെ കുറവായിട്ടാണ് തോന്നിയിട്ടുള്ളത്. അപ്പോൾ ഇതിനകത്ത് എത്രത്തോളം മാക്സിമം മുട്ടിച്ചിടാവോ അത്രത്തോളം മാക്സിമം ഞാൻ എപ്പോഴും കൊണ്ടിടാറുണ്ട്. അപ്പം ബാക്ക് അടിക്കാനായിട്ട് ഡബിൾ ടാപ്പ് ചെയ്താൽ മതി, ബാക്ക് പോവും. അല്ലെങ്കിൽ നമുക്ക് റിമോട്ടിൽ റിട്ടേൺ ഓപ്ഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്, സെൻറ്ററായിട്ട് നമുക്ക് ചെയ്യാവുന്നതാണ്. രണ്ടാമത്തെ ഓപ്ഷൻ കണ്ടില്ലേ, ഞാൻ ആ സ്ക്രീൻ റെസ്പോൺസ് ചെയ്യാനുള്ള പറയാൻ കാരണം എന്ന് പറഞ്ഞാൽ ഇത് റൊട്ടേറ്റ് ചെയ്യുന്നതനുസരിച്ച് വളരെ സ്മൂത്തായിട്ട് തന്നെ ഓപ്ഷൻസിലേക്ക് ചേഞ്ച് ആയി പോകുന്നുണ്ട്. ഓക്കെ, രണ്ടാമത്തെ ഓപ്ഷൻ വരുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ ലൈറ്റാണ്. ആ ലൈറ്റിൽ നമുക്ക് 10 to 100% വരെ, 0 വരുന്നില്ല കാരണം ഫുള്ള് സ്ക്രീൻ ഓഫായി പോകുന്ന രീതിയിലുള്ള 0 വരുന്നില്ല. 10% തൊട്ട് 100% വരെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. ഏകദേശം ഒരു 10 ഓപ്ഷൻ വരുന്നുണ്ടെന്ന് തോന്നുന്നു, അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. സ്ക്രീൻ അത്യാവശ്യം വളരെ ബ്രൈറ്റാണ്, എല്ലാം നമുക്ക് വ്യക്തമായിട്ട് കാണാൻ കഴിയും. അങ്ങനെ ഭയങ്കരമായ ബ്രൈറ്റ് അല്ല. ഈ നൈറ്റൊക്കെ പാട്ട് കേട്ട് ഉറങ്ങുന്നവരുണ്ടെങ്കിൽ ഇതിൻ്റെ വെട്ടം കാരണം ഉറങ്ങാൻ പറ്റാത്ത അങ്ങനെയുള്ള പ്രശ്നമൊന്നുമില്ല. ഞാൻ നോർമലി നൈറ്റ് പാട്ട് കേൾക്കുന്ന ഒരാളാണ്, അങ്ങനെയുള്ള പ്രശ്നമൊന്നും ഇതിന് ഡിസ്പ്ലേയിൽ വന്നിട്ടില്ല. ഓക്കെ, അതാണ് രണ്ടാമത്തെ ഓപ്ഷൻ. മൂന്നാമത്തെ ഓപ്ഷനാണ് നമ്മുടെ മെയിൻ അട്രാക്റ്റീവ് ആയിട്ടുള്ള ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ VU മീറ്റർ സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ. ഫസ്റ്റ് ഓപ്ഷനാണ് ഇപ്പോൾ കിടക്കുന്നത്, രണ്ടാമത്തെ ഓപ്ഷൻ അടുത്ത VU മീറ്റർ. അങ്ങനെ നമുക്ക് റൊട്ടേറ്റ് ചെയ്ത് അടുത്തടുത്ത VU മീറ്ററുകൾ ഡിസൈനുകളിലേക്ക് നമുക്ക് പോകാം. ഒരു സ്പെക്ട്രം ഔട്ട്പുട്ട് ലെവൽ ഇൻഡിക്കേറ്റർ ലാസ്റ്റായിട്ട് കൊടുത്തിട്ടുണ്ട്. ഇപ്പം അപ്പോൾ ശരിക്കും നോക്കുകയാണെങ്കിൽ ഒരു 6 വിൻറ്റേജ് ടൈപ്പ് VU മീറ്റർ ഡിസൈനും ഒരു സ്പെക്ട്രം ലെവൽ മീറ്ററും, അതുപോലെ തന്നെ ലാസ്റ്റ് ഓപ്ഷനാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഏത് ഇൻപുട്ടാണ് BT ബ്ലൂടൂത്ത് ഇൻപുട്ടാണ് കൊടുത്തിട്ടുള്ളത്. ബേസ് എത്രയാണ് കിടക്കുന്നത്, ട്രിബിൾ എത്രയാണ് കിടക്കുന്നത്, അതുപോലെ തന്നെ വോളിയം എത്രയാണ്. അപ്പോൾ ഞാൻ എന്തായാലും ഈ ഒരു VU മീറ്ററിൻ്റെ പല ഓപ്ഷൻസ് 1 by 1 ആയിട്ട് നിങ്ങളെ ജസ്റ്റ് ഒന്ന് കാണിക്കാം. ഇത് നല്ല രസമുണ്ട് ഇത് കാണാനായിട്ട്. അങ്ങനെ ഓരോന്ന് 1 by 1 ആയിട്ട് ഓരോ വട്ടവും സെറ്റിങ്സിൽ പോയി നമുക്ക് ചേഞ്ച് ചെയ്യണം. അതുകൊണ്ട് ഞാൻ ജസ്റ്റ് എല്ലാം ഇങ്ങനെ പെട്ടെന്ന് 1 by 1 ആയിട്ട് കാണിച്ചു പോവുകയാണ്. ഇഷ്ടപ്പെട്ട VU മീറ്റർ ഡിസൈൻ ഏതാണെന്നുള്ളത് തീർച്ചയായിട്ടും നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക. എനിക്ക് ഏറ്റവും ഇഷ്ടം ഇതിനകത്തുള്ള ഫസ്റ്റ് ഓപ്ഷൻ തന്നെയാണ്. അപ്പോൾ എന്തായാലും 1 by 1 ആയിട്ട് നിങ്ങൾ കണ്ടിട്ട് തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാം. അപ്പോൾ അത്രയൊക്കെയാണ് ഈ ഒരു ഫ്രണ്ട് പാനലിൻ്റെ ഡിസ്പ്ലേയിൽ പറയാനായിട്ടുള്ളത്. നേരത്തെ നമ്മളൊരു DAC റിവ്യൂ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനകത്താണെങ്കിൽ ഏത് സ്ട്രീമിംഗ്, അതായത് സ്പോട്ടിഫൈയിലാണോ അല്ലെങ്കിൽ ഏത് ആർട്ടിസ്റ്റാണ് അതിൻ്റെ വരികളൊക്കെ കാണിക്കുന്ന ഒരു ഡിസ്പ്ലേ ഉള്ളൊരു DAC SMSL എന്ന് പറയുന്ന ബ്രാൻഡിൻ്റെ DAC നമ്മൾ റിവ്യൂ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിലെ കൂട്ടൊന്നും ഡീറ്റെയിൽ ആയിട്ട് കാണിക്കില്ലെങ്കിൽ പോലും അത്യാവശ്യം നൈസ് ഡിസ്പ്ലേ ആണ് ഇതിൽ വന്നിട്ടുള്ളത്. ഇനി ഇതിൻ്റെ ടോപ്പ് നോക്കുകയാണെങ്കിൽ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ഒരു ഗ്ലാസ് വിൻഡോ അവർ കൊടുത്തായിട്ട് കാണാൻ കഴിയുന്നുണ്ട്. ഞാൻ ആദ്യം വിചാരിച്ചത് അക്രിലിക് ഷീറ്റാണെന്നാണ്, പക്ഷേ നോർമൽ ഒരു ഗ്ലാസ് ആണ് ഇവരിവിടെ കൊടുത്തിട്ടുള്ളത്. അതൊരു ടിൻറ്റഡ് ഗ്ലാസ് ആണ്, നോർമൽ ട്രാൻസ്പെറൻ്റ് അല്ല, ഒരു ബ്ലാക്ക് ടിൻറ്റ് ഇതിൽ കൊടുത്തിട്ട് കാണാൻ കഴിയുന്നുണ്ട്. ഗ്ലാസ് ആയതുകൊണ്ട് തന്നെ നമ്മൾ വളരെ സൂക്ഷിക്കണം. ഓക്കെ, ഇതാണ് ഈ ഒരു ആംപ്ലിഫയറിൻ്റെ ഇൻറ്റീരിയർ സൈഡ് എന്ന് പറയുന്നത്. വളരെ രസമുണ്ടല്ലേ, ഒരു ഗോൾഡ് പ്ലേറ്റഡ് ബ്ലാക്ക് PCBയിൽ വന്നിട്ട് കോമ്പണൻസ് ഒക്കെ നല്ല അടിപൊളിയായിട്ട് വൃത്തിയാക്കി അടുക്കി വെച്ച് അമ്പ എന്നുള്ള ബ്രാൻഡിങ് 2 പുള്ളി. ഇത് നമ്മുടെ ബ്ലൂടൂത്ത് സെക്ഷനാണ്, ആ ഒരു ഭാഗത്ത് കാണാൻ കഴിയുകയാണെങ്കിൽ കോൾകോമിൻ്റെ ചിപ്പൊക്കെ ആ ഒരു ഭാഗത്തായിട്ട് കാണാൻ കഴിയുന്നുണ്ട്. പവർ സപ്ലൈ സെക്ഷൻ ഇൻഡക്ടറും അതുപോലെ തന്നെ കപ്പാസിറ്ററും മെയിൻ റൂബിക്കോൺ പവർ സപ്ലൈയുടെ കപ്പാസിറ്ററും ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, നല്ല രസമുണ്ട് ഇത് അടുക്കി വെച്ചേക്കുന്നത് കാണാനായിട്ട്. തന്നെ ദൂരെ നോക്കുമ്പോൾ നല്ല ഭംഗിയാണ് അത് കാണാനായിട്ട്. അതിലേക്ക് ഡീറ്റെയിൽ ആയിട്ട് വരാം. ഇതിനകത്ത് തന്നെ ഇൻബിൽട്ട് ആയിട്ട് ഒരു RGB ലൈറ്റിംഗ് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഞാൻ നോർമലി വിചാരിച്ചത് ഓൺ ചെയ്യുന്ന സമയത്ത് ഒരു പച്ച കളറാണ് വന്നിട്ടുണ്ടായിരുന്നത്. ഓക്കെ, നോർമലി അത് എല്ലാ ആംപ്ലിഫയറിലും പോലെ അങ്ങനെ വെച്ചിട്ടുണ്ട്. പക്ഷേ ഇൻട്രസ്റ്റിംഗ്ലി ഇതിനകത്ത് ഈ ഒരു ഭാഗത്ത് നോക്കുകയാണെങ്കിൽ ഒരു 3 സ്വിച്ച് കൊടുത്തിട്ടുണ്ട്. അത് വെച്ച് നമുക്കിതിൻ്റെ കളർ അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്. ഞാനിപ്പം റെഡും ഗ്രീനും ഓഫ് ചെയ്തിട്ട് ബ്ലൂ മാത്രമാണ് ഓൺ ചെയ്തിട്ടുള്ളത്. അതും നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഈ സ്വിച്ചുകൾ അഡ്ജസ്റ്റ് ചെയ്ത് നമുക്ക് ഏകദേശം 7 കളർ ഇതിൻ്റെ ഇൻറ്റീരിയർ സൈഡിൽ നമുക്ക് സെറ്റ് ചെയ്യാവുന്നതാണ്. റിമോട്ടിലൊന്നും അല്ല കേട്ടോ, ഈ ഒരു 3 സ്വിച്ച് അഡ്ജസ്റ്റ് ചെയ്ത് ഇതിപ്പോൾ ഒരു പിങ്ക് കളർ വന്നിട്ടുണ്ട്, നല്ല രസമുണ്ട് കാണാൻ കേട്ടോ. അത് കിടക്കട്ടെ. ഇതിൻ്റെ സൈഡിൽ നോക്കുകയാണെങ്കിൽ ഇതിൻ്റെ ഒരു ഹീറ്റ് വെന്റിലേഷൻ ആണെങ്കിൽ പോലും വളരെ രസകരമായിട്ട് അവരുടെ ബ്രാൻഡിങ് തന്നെ അവർ എൻഗ്രേവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിനകത്തൂടെ തന്നെ ഒരു ഹീറ്റിൻ്റെ ഫ്ലോ അല്ലെങ്കിൽ എയർ ഫ്ലോ നടന്ന ആ ഒരു ഹീറ്റിംഗ് ഒക്കെ ഒഴിവാക്കും. ഒരു കമ്പനി തന്നെ ഈ ഒരു സ്റ്റിക്കറിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇത് ഹീറ്റാകും, അത് നോർമലാണ്, അതൊരു ഡ്രോബാക്കായിട്ട് കരുതേണ്ട ആവശ്യമില്ല, ആംപ്ലിഫയർ ഹീറ്റ് ആവുന്നത് നോർമലാണ് എന്ന്
പറഞ്ഞിട്ടുണ്ട്. ഈവൻ ദോ ഇതിനകത്ത് വളരെ ഭയങ്കര പവർഫുൾ അല്ലെങ്കിൽ വളരെ വോൾട്ടേജ് ഒക്കെ ഉള്ള ഒരു ഡിവൈസ് ഒന്നും അല്ല എങ്കിൽ പോലും ഇത് എപ്പോഴും ഇളക്കി കൈയിടുന്നത് അത്ര സേഫ് അല്ല. സേഫ്റ്റി ഫസ്റ്റ്. ഓക്കെ, ഞാൻ ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് നിർത്തുകയാണ്. കാരണം അത്യാവശ്യം ലെങ്തി ആയി പോകുന്നുണ്ട് ഇതിൻ്റെ റിവ്യൂ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഒരു ഫസ്റ്റ് പാർട്ട് എന്നുള്ള രീതിയിൽ ഇത് ഞാൻ ഇവിടെ വെച്ച് നിർത്തുകയാണ്. സെക്കൻഡ് പാർട്ടിൽ ഇതിന് കണ്ടിന്യൂഷനായിട്ട് നമ്മൾ ഉടനെ തന്നെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഇപ്പോൾ 7 മണിക്കാണ് ഈ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തെങ്കിൽ 9 മണിക്കാണ് ഇതിൻ്റെ സെക്കൻഡ് പാർട്ട് വരുന്നതായിരിക്കും. അപ്പോൾ അത് കാണാനായിട്ട് തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്തിട്ടേക്കുക, ബെല്ലൈക്കണും അതുപോലെ തന്നെ എനേബിൾ ചെയ്യുക. അപ്പോൾ ആ ഒരു പാർട്ട് 2-ൽ നമ്മുടെ ടെസ്റ്റിംഗ് വീഡിയോസൊക്കെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ കൂടുതൽ ടെസ്റ്റിംഗ് വീഡിയോസ് നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജിലും ഫേസ്ബുക്ക് പേജിലും അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അതുകൊണ്ട് ഫോളോ ചെയ്യുക. അതിലേക്കുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. പാർട്ട് 2 വീഡിയോയുടെ ലിങ്കും ഡിസ്ക്രിപ്ഷനിൽ അതുപോലെ തന്നെ ഫസ്റ്റ് കമൻറ്റിൽ ഞാൻ പിൻ ചെയ്യുന്നുണ്ട്. അതുകൂടെ കണ്ട് തീർച്ചയായിട്ടും നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക.